നമസ്കാരം, ഞാൻ മൃണാൾ. കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് ഷവർമ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഞങ്ങളുടെ യാത്ര അവസാനത്തോട് അടുക്കുകയാണ്. ഓൾറെഡി 50ാമത്തെ ബെസ്റ്റ് മുതൽ 11 വരെയുള്ളത് കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചു കഴിഞ്ഞു. ഇത് കൊച്ചിയിലെ ഏറ്റവും നല്ല 10ാമത്തെ ഷവർമയാണ്. കലൂരിൽ ഈ കടയിൽ നിന്നാണ് ഞങ്ങൾക്ക് 10ാമത്തെ ഏറ്റവും നല്ല ഷവർമ കിട്ടിയത്. അവിടെ ഷവർമ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാം. ഷവർമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ മയണൈസ്. ഗാർലിക് മയോ ആണ് ഭൂരിഭാഗം കടകൾ ഉപയോഗിക്കാറ്. ഗാർലിക്കിന് രാജ്യത്ത് 500 രൂപ കവിഞ്ഞു ഹോൾസെയിൽ പ്രൈസ്. ചക്ക് കണക്കിന് ഗാർലിക്ക് കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള പരാതികൾ പല പോലീസ് സ്റ്റേഷനിലും കിട്ടുന്നുണ്ട്. എന്തായാലും രാജ്യപുരോഗതിക്ക് വേണ്ട ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരാശ്വാസം. കുഴപ്പമില്ല, ഗാർലിക് ഇല്ലാതെ ഷവർമ കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ എന്താ പ്രശ്നമുള്ള കാര്യമില്ലല്ലോ. ഇത് കൊള്ളാമല്ലോ, പോക്കറ്റ് പോലത്തെ ഷവർമയാണല്ലോ. ഇത് ഇങ്ങനെ അല്ലാതെ വേറെ എങ്ങനെയും തുറക്കാൻ പറ്റുമോ? ഇല്ലെന്നാണ് എനിക്കും തോന്നുന്നത്. ഇതൊക്കെ മോഡേൺ ടെക്നോളജിയാണ്. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്. എടപ്പള്ളി ഭാഗത്താണ് ഇത് സാധാരണ കൂടുതൽ കണ്ടുവരാറ്. ഷവർമയുടെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ്. ഓ അങ്ങനെ, ഓക്കെ. ഒരു സൈഡേ തുറക്കാൻ പാടുള്ളൂ അല്ലേ? നല്ലോണം ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ബെസ്റ്റ് ഷവർമ കമ്പാരിസൺ സിംഗിൾ ഡിജിറ്റിലേക്ക് കിടക്കുകയാണ്. 9ാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമ എഗെയിൻ ആലുവയിൽ പോണ്ടി വന്നു. ആലുവ, കലൂര്, കാക്കനാട്, ഫോർട്ട് കൊച്ചി, എടപ്പള്ളി, ഈ 5 സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡ് കിട്ടിയത് ഷവർമയുടെ കാര്യത്തിൽ എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അത്രയധികം നല്ല റെസ്റ്റോറൻറ്റുകൾ ഈ 5 സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ നല്ല ഷവർമ കടകളിലും അവർ ചെയ്യുന്ന വർക്ക് നമുക്ക് പുറത്തുനിന്ന് കാണാനും പറ്റും. ബ്രെഡ് എടുക്കുന്നത്, അതിൽ മയണൈസ് തേക്കുന്നത്, സാലഡ് വെക്കുന്നത്, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ അരിയുന്നത്, ചിക്കൻ വെക്കുന്നത്, റോൾ ചെയ്യുന്നത് എല്ലാം നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. എത്ര ഷവർമ കഴിച്ചു, ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഞാൻ ഇങ്ങനത്തെ സാധനം മേടിച്ച് വെക്കാറ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴേ കോയിലിട്ട് വെക്കാനാണ്. പോക്കറ്റിലേക്ക് കുടുങ്ങി കഴിഞ്ഞാൽ എയർപോർട്ടിൽ അവന്മാരല്ല സാറന്മാരുകൾ. ഇത് കൊള്ളാം, ദിസ് ഈസ് വെരി ഗുഡ്. 125 രൂപയ്ക്ക് നല്ല സൈസ്. പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷവർമ എന്ന് പറയുന്നത് അല്ലറസ് ഓട്ടോമാറ്റിക് ബേക്കറി ഉണ്ട് ദുബായ് ഷാർജ ബോർഡറിൽ. അതാണ്. ലെറ്റൂസ്, തക്കാളി, ഉള്ളി, സോസ് മിനിമം. അതുപോലെ വെജിറ്റബിളിൻ്റെ ഫ്രഷ്നെസ്സും കൊള്ളാം. ചിക്കൻ വലിയ സ്പൈസസും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് കൊള്ളാക്കിയിട്ടുമില്ല. നല്ല ബ്രെഡ്, നല്ല ക്വാണ്ടിറ്റി, താരതമ്യേന ചെറിയ വില. ഇതൊരു ഷവർമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ലെറ്റ്യൂസ് ഇതൊക്കെ കയറുമ്പോഴേ ഇത് നല്ലൊരു ചിക്കൻ റോളാണ്. നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോളാണ്. എന്നാലും ലെറ്റൂസൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് 125 രൂപ ഷവർമ വിൽക്കുക? 8ാമത്തെ ഏറ്റവും നല്ല ഷവർമ കിട്ടിയത് ഷവർമ ഡാഡി എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. നമ്മൾ ഫുൾ സീരീസ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 50 റെസ്റ്റോറൻറ്റുകൾക്കും ഗൂഗിൾ റേറ്റിംഗ്, സൊമാറ്റോ, സ്വിഗ്ഗി, ട്രിപ്പ് അഡ്വൈസർ റേറ്റിംഗ് എല്ലാം കാണിച്ചിട്ടുണ്ട്. വളരെ അപൂർവ റെസ്റ്റോറൻറ്റുകൾക്ക് മാത്രമേ ഈ 4ലും പ്രസൻസ് ഉണ്ടാവുള്ളൂ. 4ലും പ്രസൻസ് ഉണ്ടാവണമെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിലും അത്രയധികം യൂസേഴ്സ് റേറ്റ് ചെയ്യണം. അല്ലാതെ റെസ്റ്റോറൻറ്റ് വിചാരിച്ചുകൊണ്ട് മാത്രം റേറ്റിങ്ങും പ്രസൻസും ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അതിൽ ഈ കാണുന്ന ട്രിപ്പ് അഡ്വൈസറാണ് വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കുന്ന വെബ്സൈറ്റ്. ഇത് പൊളിച്ചെടുക്കാൻ വലിയ പാട് തന്നെ ഇല്ല. പാടാം. ഈ ഷവർമ പരന്ന ഷവർമയാണ്, ഉരുണ്ടതല്ല. ഇതെനിക്ക് തോന്നുന്നത്
ഒരു ടോസ്റ്ററിലിട്ടിട്ട്, ഒരു പനീനി പോലുള്ളൊരു സാധനത്തിലിട്ടിട്ട് ടോസ് ചെയ്തിട്ടുണ്ട് ഇത്. മോർ ലൈക്ക് എ സാൻഡ്വിച്ച്. ബ്രെഡിൻ്റെ മുകളിലെ എഫക്റ്റ് കാണാനുണ്ട്. അതിൻ്റെ ഇടയിൽ എവിടുന്നോ ഒരു പരിചയമുള്ള സ്പൈസ് കയറി വന്നു. ബ്രെഡിന് മുകളിൽ ശരിക്കും എഫക്റ്റ് കാണാനുണ്ട്. അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, നല്ല ചിക്കൻ, വെജിറ്റബിൾസ് ഒന്നുമില്ല, ആവശ്യത്തിന് സോസും ഉണ്ട്. ഒരു പൊടിക്ക് വേണമെങ്കിൽ സോസ് കൂടുതലാന്ന് പറയാം. മൈൽഡായിട്ടുള്ള സ്പൈസസ് ആവും, പ്ലസൻ്റാ, ഹെവിനെസ് ഉണ്ട്. 150. ഏഴാമത്തെ ഏറ്റവും ബെസ്റ്റ് ഷവർമയും കിട്ടിയത് ആലുവയിൽ നിന്ന് തന്നെയാണ്. ആദ്യം ഞങ്ങൾ ആലോചിച്ചിരുന്നു ആലുവ ഈ കൊച്ചി ഷവർമ കമ്പാരിസണിൽ ഉൾപ്പെടുത്തണമെന്ന്. കാരണം ആലുവ നല്ല ദൂരത്തിലല്ലേ. ഇപ്പോൾ കലൂരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കൊച്ചിയുടെ ഹൃദയഭാഗത്തു നിന്ന് ആലുവയിലേക്ക് പോകണമെങ്കിൽ ദൂരം എത്രയുണ്ട്, സമയം എത്ര എടുക്കും. പക്ഷെ ഞങ്ങൾ ചിന്തിച്ചത് ആലുവയിൽ നിന്നാണല്ലോ മെട്രോ തുടങ്ങുന്നത്. അപ്പോൾ കൊച്ചി മെട്രോ ആലുവയിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കണ്ടേ, ആ സ്ഥലവും കൂടി ഉൾപ്പെടുത്തണ്ടേ എന്നാണ്. ആലുവ എങ്ങാനും ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഞങ്ങൾ മിസ് ചെയ്തേനെ. ഇപ്പോൾ ഈ സീരീസിലെ മുഴുവൻ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കും അത് ബോധ്യമാവും. ഇത് കുറേ ഉണ്ടല്ലോ. വന്ന് ഷവർമ കഴിക്കുന്നതിനേക്കാളുള്ള എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ കിട്ടുന്ന വെജിറ്റബിൾസ് കഴിക്കാനായി. തുറക്കൂലേ? എന്താണ് നീ അങ്ങനെ കാണിക്കണത്? ക്യാരറ്റിന് ജീവനില്ല. നോ, നന്നായില്ല. ഒരു ക്യാരറ്റല്ല, കത്തിരിക്കാം. ഷവർമക്ക് ഒരു വോബ്ലിനെസ് ഉണ്ട്, ഒരു റിജിഡിറ്റി വേണമല്ലോ, നല്ല നമുക്ക് പിടിച്ച് സുഖമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ കാറിലൊക്കെ ഇരുന്നിട്ട്. ഇത് അലുമിനിയം ഫോയിലിൽ മാത്രം പൊതിഞ്ഞതാണ്. ഓക്കെ, ഇതൊരു കൺസ്ട്രക്ഷൻ ഞാൻ അത്ര ഹാപ്പി അല്ല. കൊള്ളാം. KSRTC എത്ര പേരാ ഒരു ബസ്സിൽ, മലയാറ്റൂർക്ക് പോകുന്ന ബസ്സാണ്. ബ്രെഡ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പം ഇവിടെ കണ്ടോ എത്ര ലെയർ ബ്രെഡ്. ഇത് ഇവിടുന്ന് ഇപ്പോൾ കടിച്ചാലേ മുട്ട ചൂയായി മാറും. സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ പോരെ. അടുത്ത ബസ് അതിന് ഫുള്ളാണ് കോതമംഗലത്തേക്ക്. 5:45 സമയം. ഇറ്റ്സ് എ നൈസ് ഷവർമ. സോസ് മിനിമം ആണ്. ബ്രെഡിന് തിക്നെസ് സൈഡിൽ കൂടുതലുണ്ട്, അത് വേണ്ടാത്ത പണിയാണ്. പാക്കേജിങ്ങിന് ക്വാളിറ്റി വളരെ മോശം. അതൊക്കെ മാറ്റി എത്തിക്കഴിഞ്ഞാൽ ചിക്കൻ കണ്ട ഫ്ലെയിം കിസ്ഡ് ചിക്കനാണ്. മിനിമം സോസ് ആവശ്യത്തിനുണ്ട്. ഷവർമയിൽ പറ്റാത്ത വെജിറ്റബിൾസ് ഒന്നും അതിനകത്തില്ല. നൈസ്. കൊച്ചി ഷവർമ സീരീസിലെ 9ാമത്തെ വീഡിയോ ആണിത്. ഇതിലെ ഏറ്റവും അവസാനത്തതും 6ാമത്തെ ഏറ്റവും ബെസ്റ്റും ആയിട്ടുള്ള കൊച്ചി ഷവർമ താം അറേബ്യ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കിട്ടിയത്, എടപ്പള്ളിയിൽ നിന്ന്. ക്ഷമിക്കണം, മുമ്പ് നിങ്ങൾ ഈ സീരീസിലെ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, 2 ഷവർമ കടകളിൽ മൈക്ക് ഓൺ ചെയ്യാൻ ക്യാമറാമാൻ മറന്നത് കാരണം ഓഡിയോ ഉണ്ടായിരുന്നില്ല. ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇവിടുത്തെ ഷവർമയ്ക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. തക്കാളിയും സംഭവങ്ങളൊക്കെ ഓക്കെ, പക്ഷേ അത് ടോസ് ചെയ്യല്ല ചെയ്യുന്നത്, അത് അൽഫാം പോലെ ചാർക്കോളിന് മുകളിൽ ഗ്രില്ല് ചെയ്യുന്നത്. എനിവേ, മൈക്ക് കേടാക്കിയതിനെ പറ്റി ചോദിച്ചപ്പോൾ ഇതൊന്നും നമുക്ക് ഓഡിയോ ഒന്നും ഇല്ല, ഞാൻ നോട്ട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ പറയാം. മൈക്ക് കേടാക്കിയതിനെ പറ്റി ചോദിച്ചപ്പോൾ ഇതായിരുന്നു ഓഫീസിലെ അവസ്ഥ. ഇതൊക്കെ എങ്ങനെ മുതലാക്കും? എന്റെ ശമ്പളത്തിൽ നിന്ന് വിളിച്ചാൽ മതി സാർ. തന്റെ ഒരു മാസം ശമ്പളത്തിന്റെ ഇരട്ടി ഉണ്ടെങ്കിൽ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. തനിക്കറിയോ? എന്റെ ശമ്പളം ഇരട്ടിയാക്കിയാൽ മതി സാർ. ഇങ്ങനെ പോയാൽ അയാളുടെ ശമ്പളം 4-5 ഇരട്ടിയാക്കിയിട്ട് അതിന് പിടിക്കേണ്ടി വരും. അത് പോട്ടെ, നോട്ട്സ് ചെയ്യാൻ വായിക്കാം. ഷവർമയുടെ സൈസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അതുപോലെ ഷവർമയുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ബ്രെഡ് സൂപ്പർ ഗുഡ്, ചിക്കന് നൈസായിരുന്നു, നേരത്തെ കഴിച്ച പിക്കിളുള്ള വെജിറ്റബിൾസും റിയലി ഗുഡ്, സോസും വളരെ നല്ലത്. ആകെ ഈ ഷവർമേനെ ടോപ്പ് 5ലേക്ക് കൊണ്ടുപോകാതിരുന്നത് നമ്പർ 1 അതിനകത്തുള്ള സ്പൈസസ് ആയിരുന്നു. ആ സ്പൈസസ് ആ സോസും ചിക്കനും ബ്രെഡുമായിട്ട് വേണ്ടത്ര ജെല്ലാവുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു സോസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ടോപ്പ് 5ലേക്ക് പോകേണ്ട ഷവർമകളിലൊന്നാണിത്. പിന്നെ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്, സീരിയസ്ലി ഗുഡ്.